നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് മുന്നോടിയായി ജനറേറ്റീവ് AI കോൺക്ലേവ് കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ടേബിളാണ് റോബോട്ടിക്സിൽ. ഏകദേശം 400-ലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രാതിനിധ്യമാണ്. ഇതോടൊപ്പം തന്നെ എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള റോബോട്ടിക്സ് കമ്പനികൾ വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് പ്രധാനമായിട്ടും ഇതുവഴി ശ്രമിക്കുന്നത്. സർക്കാരിന് അതിനകത്ത് പ്രത്യേക റോളൊന്നുമില്ല. SPയുടെ കൃത്യമായിട്ട് തന്നെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അതിൻ്റെ അതോറിറ്റി? അവർ വ്യക്തിപരമായി പേഴ്സണലി തന്നെ പരിശോധിച്ചിട്ട് ഈ വിധിക്കകത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതിനകത്ത് നിന്നായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അതിന് ഒന്നും കുറയ്ക്കാനും പാടില്ല, ഒന്നും കൂട്ടാനും പാടില്ല. അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ പ്രത്യേക റോളൊന്നും അതിനകത്തില്ല. അത് ആ ഓഫീസർ പേഴ്സണലി തന്നെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും അത് പാലിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ മുൻപിലൊന്നും റിപ്പോർട്ടില്ല ഏതാണെന്നുള്ളത്. അല്ല, നമ്മളിതെല്ലാം ഹിയർസേ ആദ്യത് അവരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവർ ആ ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ആളാണ്. ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്കറിയില്ല ഈ പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ്. സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ, പേരുകൾ വരും, ഇതെല്ലാം തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവര് വ്യക്തിപരമായി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ്. അപ്പൊ നമുക്കറിയില്ല ഇത് ഒഴിവാക്കാൻ. അത് അവരെ സംബന്ധിച്ച് ഉത്തരവാദിത്വമാണ്. അതിപ്പോ കോടതി റിപ്പോർട്ടും കോടതിയുടെ മുൻപിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതപ്പോ പരിശോധിക്കാൻ കഴിയില്ല. നമ്മുടെ മുൻപിലില്ല അത്. നിങ്ങൾ ആ വിധി വായിച്ചോ? കൃത്യമായിട്ട് വായിക്കുമ്പോൾ അറിയാലോ. ഒരു ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ആ സംവിധാനത്തെ പരിശോധിക്കുക. കാരണം നമ്മുടെ റിപ്പോർട്ട് നോക്കുന്നില്ല. അത് ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാവരും കയ്യിലുണ്ടാവുമല്ലോ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് while providing attested copies of Justice K. Hema Committee report, the SPIO should ensure that അവരുടെ ഉത്തരവാദിത്തമാണ്, SPIയുടെ ഉത്തരവാദിത്തമാണ്, that materials do not lead to the identification of individuals reference in the said report on or compromise their privacy. ഇത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിന് മുകളിൽ തന്നെ പറയുന്നുണ്ട് ഇവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ടു മേക്ക് ഓപ്പറേഷൻ report to identify and sever information that is exempt from disclosure. SPO should issue a notice. അത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ SPOയുടെ ഉത്തരവാദിത്തമായിട്ട് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരാണ് പരിശോധിച്ചിട്ട് നടപ്പിലാകാതെ ഏത് ഭാഗമാണ് പ്രൈവസിയെ ബാധിക്കുന്നത്, ഏത് ഭാഗമാണ് ഈ പറഞ്ഞ വിധികൾക്കകത്ത് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് അവർ അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടണം. അതിൽ ഇന്നലെ വ്യക്തമാക്കിയതല്ലേ ആ ഭാഗം എല്ലാം പറഞ്ഞു. ഞാൻ ഇപ്പൊ മുമ്പിൽ വന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിലൊരു ഇന്ന് തന്നെ മലയാള മനോരമയിൽ നമ്മൾ കാണുന്നില്ലല്ലോ, മനോരമയിൽ തന്നെ പറയുന്നുണ്ട് ഒരാളുടെയും ഒപ്പില്ല, മൊഴികളൊന്നും ഒപ്പിട്ടിട്ടില്ല. ഇന്ന് മനോരമ പത്രത്തിൽ ഞാൻ വായിക്കേണ്ടത് നമ്മളത് കാണുന്നില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം കേട്ട ആള് ജസ്റ്റിസ് ഹേമയാണല്ലോ. അവരല്ലേ ഇത് ആദ്യം ഇൻഫോം ചെയ്യേണ്ടത്. ഇപ്പൊ പറയുന്ന പോലെ ഇന്ന് മന്ത്രി ഇൻഫോം ചെയ്യും. അപ്പൊ അവര് നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഒരാളെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ DGP കൊടുത്തു. DGP ഇത് സംബന്ധിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് DGP പരിശോധിക്കുന്നു. അപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് കത്തുകളുടെയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. അപ്പൊ ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. ഇനിയിപ്പോ കോടതിയുടെ മുൻപിലുണ്ട്. ഇനി പറയുന്നതെല്ലാം സബ് ജുഡീസ് ആണ്. അപ്പൊ കോടതി തീരുമാനിക്കട്ടെ. അല്ല, നിയമപരമായ കാര്യം. അല്ല, അതിലിപ്പോ നിങ്ങളെയാണ് ഏൽപ്പിച്ചെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ആദ്യ റിപ്പോർട്ടിൽ എന്ത് പറയും? റെക്കമെൻഡേഷൻ
എന്ത് പറയണം? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളാണ് കേൾക്കുന്നത്. അല്ല, ക്രൈം കേൾക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ ക്രൈം കേട്ടാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം എന്ത് പറയണം? നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അതിലുണ്ടെന്ന് പറയുന്നു. കേട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് പറയണം? അല്ല, ഞാൻ കൃത്യമായിട്ട് പറ. ആ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, കാണാൻ സാധ്യതയില്ല. അപ്പം കാണുകയല്ല, കേട്ടാള് ആണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ പറയുന്നതാണെങ്കിൽ ഒരു ജഡ്ജി കൊടുക്കുമ്പോൾ ആദ്യം എന്ത് പറയണം? അല്ല അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അല്ല, ഞാൻ പറയുന്നില്ല വീഴ്ച കിട്ടിയല്ലോ, നമുക്കറിയില്ലല്ലോ. ഞാൻ പറയുമ്പോൾ നമ്മളാണ് ഇത് കേട്ട് ഈ നിങ്ങൾ പറയുന്നത് പോലെ ആണോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് സാധാരണഗതിയിൽ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെല്ലാം ചുമതലപ്പെടുത്തുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ പറയുന്ന പുറത്തു വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുൻപിലെങ്കിൽ നമുക്കറിയില്ല. കൺക്ലൂഷൻ ഉണ്ടാവുന്ന വസ്തുത എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കൺക്ലൂഷൻ വേണോ ഇല്ലയോ നമ്മൾ പറയുന്ന വസ്തുത നമുക്കറിയില്ല, അവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതാണ് ശരിയെന്ന നിഗമനത്തിൽ ജസ്റ്റിസ് ഹേമയെ പോലൊരാൾ സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ അവരത് ശുപാർശ കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ അത് നമുക്കിടെ മുൻപിലില്ല. ഈ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ല, അവർക്ക് അറിയുള്ളൂ. ശുപാർശകൾ എന്തായാലും കണ്ടിട്ടില്ല. ഗവൺമെന്റിന് ഇപ്പോൾ ഒരാളെ രക്ഷിക്കാനില്ല, ഒരാളെയും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരാളെ രക്ഷിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോ എല്ലാം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നോക്കാം.